കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവരെ ക്ഷേത്രത്തിൽ കയറാതെ തടയണം. അതെങ്ങനെ അമ്മ? നിങ്ങൾ ജാമ്പലായി പോയി. എന്നെ കൊണ്ട് അവര് ക്ഷേത്രത്തിൽ പോകുന്നത് തടയാൻ പറ്റില്ലമ്മേ. അമ്മയ്ക്ക് തന്നെ അമ്മയുടെ മന്ത്രശക്തി കൊണ്ട് അവരെ തടയാൻ പറ്റുന്നില്ല. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ തടയും അമ്മേ? പറ. എന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പോകുകയാണ്. ഞാൻ നിന്റെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ നീ ആ മാണിക്യം കൊണ്ടുപോയി ക്ഷേത്രത്തിൽ വെച്ചാൽ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? ശരിയമ്മേ. ചമ്പട്ട ബമ്മട്ട ഓം ക്ലീം ഹ്രീം ജയ് കാലഭൈരവി. ഭരേ വിശ്വംഭരേ വിശ്വംഭരേ. അവര് ക്ഷേത്രത്തിലെത്തുന്നതിന് മുമ്പ് ആ മാണിക്യമെടുത്ത് എനിക്ക് ക്ഷേത്രത്തിനുള്ളിൽ കയറണം. അപ്പോഴേ എനിക്ക് എന്റെ രൂപം തിരികെ കിട്ടൂ. എന്നിട്ട് വേണം എന്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ. അർജുൻ ക്ഷേത്രത്തിൽ മാണിക്യം വെക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തി അത് സ്വന്തമാക്കണം. അത് തട്ടിയെടുക്കണം. അത് തട്ടിയെടുത്തേ തീരൂ. അവർ രണ്ടുപേരും ഒരു കുഴപ്പമില്ലാതെ സുഖമായി തിരികെ വരും. ആ നാഗസാധുക്കൾ അത്ഭുത ശക്തിയുള്ള നാഗസാധുക്കൾ. അവര് പറയുന്നത് ഒരിക്കലും കള്ളമാവില്ല എന്ന് അമ്മ തന്നെയല്ലേ പറയാറ്. നല്ലത് ചെയ്യുന്നതല്ലാതെ ആർക്കും ഒരു ദോഷം വരുന്ന ഒരു കാര്യം അവര് ചെയ്യാറില്ല. എന്റെ മകൻ മരിച്ചു പോകുമെന്ന് അവരെന്തിനാ അമ്മ കള്ളം പറയുന്നത്? പോകരുതെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അവൻ പോയി. അവര് പറഞ്ഞതാ എന്റെ മകൻ ജീവനോടെ ഇരിക്കില്ലെന്ന്. പോയാൽ തിരിച്ചു വരില്ല എന്നല്ലേ അതിനർത്ഥം? ആ വാർത്ത കേൾക്കുന്നതിനുള്ള ധൈര്യം എന്റെ മനസ്സിനില്ല അമ്മേ. കരയാതെ മോളെ, അർജുനൊന്നും വരില്ല. ഇപ്പൊ എന്താണോ വിചാരിക്കുന്നത് അത് തന്നെ നടക്കാൻ പോകുന്നത്. പ്രതികാരദാഹിയായ നാഗദേവത അർജുനെ കൊല്ലാതെ വിടില്ല. നിന്റെ മകൻ മരിച്ചാൽ ഉടൻ തന്നെ എന്റെ മകനും ഭവാനിയായിട്ടുള്ള കല്യാണം നടക്കും. ഈ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ മകൻ തീർച്ചയായിട്ടും മരിക്കണം. ഉറപ്പായിട്ടും മരിക്കും. വിഷമിക്കാതിരിക്കട്ടെ, അർജുനൊന്നും സംഭവിക്കില്ല. ഭവാനി ചെയ്യുന്ന പൂജകളും പ്രാർത്ഥനകളും അവളെടുക്കുന്ന വ്രതങ്ങളും ഒന്നും തന്നെ
ഫലം കാണാതെ പോകില്ല ചിറ്റേ. ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തിനാണ് നാഗദേവത എന്റെ മകനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്തിനാ അവനെ കൊല്ലാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തലയിൽ എഴുത്ത് മാറ്റണം എന്നുള്ളത് ആ ബ്രഹ്മദേവൻ വിചാരിച്ചാ പോലും മാറില്ലെന്നറിഞ്ഞപ്പോ എന്റെ മകൻ മൃത്യുദോഷത്തിൽ നിന്നും രക്ഷപ്പെടുമെന്ന് എങ്ങനെ വിശ്വസിച്ചിരിക്കും അമ്മേ ഞാൻ? അപ്പച്ചി, അർജുൻ ഒറ്റയ്ക്കാണ് പോയെങ്കിൽ നാഗമാതാവ് ചിലപ്പോൾ കൊന്നേനെ. പക്ഷേ ഭവാനി കൂടെയുള്ളപ്പോ നാഗമാതാവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ അർജുന്റെ കൂടെ ഭവാനിയും കൂടെ പോയതുകൊണ്ട് അർജുൻ ഒന്നും സംഭവിക്കില്ല. എന്നെ വിശ്വസിക്കൂ, അർജുൻ നല്ലതുപോലെ തിരികെ വരും. ദൈവങ്ങൾക്ക് പോലും എന്റെ മകനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് അവര് പറഞ്ഞത് നീയും കേട്ടതല്ലേ മോനെ? ദൈവങ്ങൾക്ക് പോലും അവനെ രക്ഷിക്കാൻ കഴിയാത്തപ്പോ ആ ദൈവങ്ങൾക്ക് പൂജ മാത്രം ചെയ്യുന്ന ഭവാനിക്ക് എങ്ങനെയാ അതിന് കഴിയുക? പിതൃക്കന്മാര് ചെയ്യുന്ന പുണ്യവാ കുട്ടികൾക്ക് വരമായിട്ട് ലഭിക്കുക. എന്നാൽ അവര് ചെയ്യുന്ന പാപം ശാപമായിട്ട് വരും. ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപമായിപ്പോ ഈ ജന്മത്തിൽ എന്റെ മകന് മൃത്യുദോഷമായിട്ട് വന്നിരിക്കുന്നത്. മുത്തശ്ശി, നമ്മൾ പോയി കണ്ട നാഗസാധുക്കൾ ഇപ്പോ വീട് വരെ എത്തിയെന്ന് വെച്ചാ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്താന്ന് ചോദിക്കാം, വരൂ. സ്വാമി, സ്വാമി, അവിടുന്ന് എന്തിനാണ് ഇവിടേക്ക് വന്നത്? എല്ലാ ജീവനുകളെയും ഒരേപോലെ കാണുന്നത് ആരാണെന്നാൽ ആ മഹാശക്തിയായ ദുർഗാദേവിയാണ്. ആ ദേവിക്ക് പൂജ ചെയ്താൽ നിങ്ങളുടെ മകനൊന്നും സംഭവിക്കില്ലെന്ന് പറയാനാണ് ഞങ്ങളിവിടെ വന്നത്. ആ ദേവിക്ക് ചണ്ഡികായാഗം ചെയ്താൽ ആ ദുർഗാമാതാവ് നിങ്ങളുടെ മകനെ വന്ന് രക്ഷിക്കാൻ സാധ്യതയുണ്ട്. ആ അമ്മയുടെ വേദന നമ്മുടെ മനസ്സിൽ തട്ടി പൂജ ചെയ്താൽ നിങ്ങളുടെ മകന് നല്ലത് വരുമെന്ന് പറയാനാണ് ഞങ്ങളിവിടെ വന്നത്. എന്റെ മോളുടെ വേദന മനസ്സിലാക്കി ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനാണല്ലോ സ്വാമി അവിടെ നിന്ന് ഇവിടേക്ക് വന്നത്. പറഞ്ഞാലേ സ്വാമി, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ സ്വാമി. നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ തന്നെ ചണ്ഡികായാഗം നടത്താം. എല്ലാം അറിയുന്നവരാ നിങ്ങൾ. അവിടുന്ന് തന്നെ ചണ്ഡികായാഗം ചെയ്യാമെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് എന്തനിഷ്ടമാണ് സ്വാമി. ചെയ്താലും സ്വാമി, അവിടുന്ന് ചെയ്താലും. അർജുനും ഭവാനിയും നാഗമാണിക്യമെടുത്ത് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ് ഗുരുദേവ. എന്റെ ജീവൻ കൊടുത്തിട്ടായിരുന്നാലും ശരി, ആ നാഗമാണിക്യം ക്ഷേത്രത്തിൽ വെക്കാൻ ഞാൻ അനുവദിക്കില്ല.
എന്റെ കൈകൊണ്ട് ആ അർജുൻ മരിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ ഇപ്പോ ചണ്ഡികയാഗം നടത്തുകയാണ്. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. ഹര ഹര മഹാദേവ ശംഭോ ശിവശങ്കര. യാഗം ചെയ്താലും ഹോമം ചെയ്താലും ശരി, എന്റെ കയ്യിൽ നിന്ന് അർജുനെ രക്ഷിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. നിന്റെ പ്രഭുവിനെ രക്ഷിക്കുന്നതിന് നിന്റെ അവസാന വഴി ഇതാണ്. ഈ അവസരം നിനക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ പ്രഭുവിനെ പിന്നെ നിനക്ക് തിരിച്ചു കിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവർ ക്ഷേത്രത്തിൽ മാണിക്യം വയ്ക്കുന്നത് പോയിട്ട് ക്ഷേത്രത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവനെ കൊന്നിരിക്കും. മഹാദേവ, എന്റെ ഭാരത്തെ നിന്നിൽ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ അകത്തേക്ക് പോവാനുള്ള ശ്രമം നടത്താൻ പോവുകയാണ്. ഞങ്ങൾക്ക് രക്ഷകനായി കൂടി നിന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരണം. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒരു തടസ്സവും ഉണ്ടാവാതെ നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് അകത്തേക്ക് പോകാനുള്ള അവസരം നീ ഉണ്ടാക്കി തരണം. സ്വാമി, നല്ല ഉദ്ദേശത്തോടു കൂടിയാ ഈ കാര്യം ചെയ്യാൻ പോകുന്നത്. അത് നല്ലതായി തന്നെ അവസാനിക്കണം.
विलयङ्कर विधि विकृत विन्यासं मारण होम विशानल कीलल मरण मृदङ्गध्वानं कालाग्निदग्ध जनखाण्डवम् अयं भयङ्कर संकुल विध्वं संकर संकट समयम् संघमरण विनिवारण तरुण शङ्करा त्वमेव शरणो अभयङ्करा त्वमेव शरणो ഹര ഹര മഹാദേവ. മകളെ, നിങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത്, എന്താണ് നിറവേറണമെന്ന് ആഗ്രഹിക്കുന്നത്, അത് മനസ്സിൽ വിചാരിച്ച് ഈ അഗ്നിയിലേക്ക് നെയ്യെടുത്തൊഴിക്കൂ മകളെ. ഇതാണ് മെയിൻ ഡോറ്. പിന്നെ ആ ലോക്ക് കണ്ടില്ലേ, അവിടെ ഇരിക്കുന്ന ആ താക്കോൽ ഉപയോഗിച്ച് ആ ലോക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് ഈ മാണിക്കുമായിട്ട് ഞാൻ പുറത്തു വന്നത്.